ജീവന്റെ നിഴലായി മാറി പറയാതെ എന്നാളും ഓമൽ താരാട്ടാൻ നെഞ്ചിലാലോലമുണരുന്നുവോ. ഡേവിനോട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ റൂമിൽ നടന്ന 2 കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. DTS ലീക്കാക്കിയതിൻ്റെ പിന്നിലും ആക്സിൻ്റെ മുന്നിലും ആൾ തന്നെയാണോ എന്ന്. അങ്ങനെ അതും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എറിക്കിന് ഒരു കോൾ വരുന്നത്. എറിക്കാണെങ്കിൽ ആ കോൾ എടുത്തു. ഹലോ മിസ്റ്റർ എറിക്, ഇപ്പോൾ എങ്ങനെയുണ്ട്? രക്ഷപ്പെട്ടല്ലേ? ജസ്റ്റ് മിസ്. എന്ത് ചെയ്യാനാ? എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നീ രക്ഷപ്പെട്ടു. അപ്പം നീ ആണല്ലോ എൻ്റെ ആക്സിൻ്റെ പിന്നിൽ? അതേടാ, ഞാൻ നിന്റെ ആക്സിഡന്റ് ഡീറ്റെയിൽസ് വീക്കാക്കിയതിൻ്റെ പിന്നിൽ. എനിക്ക് തോന്നിയിരുന്നു അതിന് രണ്ടിനും പിന്നിൽ ഒരാളാണെന്ന്. ഓ, നിനക്ക് തോന്നിയിരുന്നു? അത് കൊള്ളാലോ, ഇൻട്രസ്റ്റിംഗ്. എറിക്, നീ മരിച്ചെന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിന്നെ ഞാൻ തന്നെ കൊല്ലും. ആഹാ, നിന്റെ കോൺഫിഡൻസ് കൊള്ളാം. പക്ഷേ ഞാൻ നിന്നെ ഇന്ന് കണ്ടു. അതുവരെ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ. പക്ഷേ നിന്നെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിന്റെ മരണം അത് എൻ്റെ കൈ കൊണ്ടായിരിക്കും. നിന്നെ ഞാൻ കാണരുതെന്ന് നീ പ്രാർത്ഥിച്ചു. ഓക്കെ, ഐ ആം വെയിറ്റിംഗ്. അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് കാണാം. ബൈ. അങ്ങനെ അയാൾ അതും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുന്നു. കോൾ കട്ടായതും എറിക്കാണെങ്കിൽ ഡേവിഡിനെ വിളിച്ച് റൂമിലേക്ക് വരാൻ പറഞ്ഞു. ഹലോ ഡേവിഡ്, എൻ്റെ റൂമിലേക്ക് വാ. ഓക്കെ ബോസ്. എന്താ ബോസ് വിളിച്ച്? ആ ഡേവിഡ്, ഇപ്പം എനിക്കൊരു അണ്ണൻ നമ്പറിൽ കോൾ വന്നു. ഞാനൊരു നമ്പർ നിനക്ക് അയക്കാം. അതിൻ്റെ ലൊക്കേഷൻ നോക്കി പറ. ഓക്കെ ബോസ്. പിന്നെ ഞാനൊരു കാര്യം അന്വേഷിക്കാൻ പറഞ്ഞില്ലായിരുന്നു, അതെന്തായി? അന്വേഷിച്ചുകൊണ്ടിരിക്കുക ബോസ്. തെളിവൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ ഡേവിഡേ, എന്നെ വിളിച്ച ആൾ ഈ നടന്ന എല്ലാത്തിനും പിന്നെ ഈ നമ്പറിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കുക. പിന്നെ എല്ലാം സേഫില്ലേ നോക്ക്. ഇനി ദൂരം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കമ്പനിയിൽ അറിയാത്ത ആരെങ്കിലും കണ്ട കയറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. ആരെങ്കിലും വന്നാൽ എന്നോട് അറിയിക്കണമെന്ന് പറഞ്ഞേക്ക്. ഓക്കെ ബോസ്, എല്ലാം കെയർഫുള്ളായി നോക്കിക്കൊള്ളാം. അറിയാത്ത ആരും ഒന്നുമില്ല, അപ്പോൾ തന്നെ ബോസിനെ അറിയിച്ചോളാം. ഓക്കെ. I can make it right.